Hello children, welcome back to our grammar classes. So from your comments I understood that you people are eagerly waiting for the grammar classes. I'm happy that you have started learning. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നു, ഒരുപാട് പേര് പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ എനിക്ക് ആ കമൻസിലൂടെ മനസ്സിലായി. കഴിവതും ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുവായതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. സോ വി വെർ ഡീലിംഗ് വിത്ത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സോ ഇന്നത്തെ പോയിന്റ് നമ്പർ 1. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇട്ട് വരികയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ പറയുന്നത് പോയിന്റ് നമ്പർ 1 എന്നാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഞാൻ ഗ്രാമർ വീഡിയോസ് ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അത് കണ്ടിട്ട് വരിക, ബിക്കോസ് ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാടുള്ളതിനെയാണ്, ഒരുപാട് എണ്ണം ഉള്ളതിനെയാണ് നമ്മൾ എ ഗ്രേറ്റ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു സിംഗുലർ നൗൺ വരികയാണെങ്കിൽ, സിംഗുലർ നൗൺ എത്തരത്തിലുള്ളതെന്ന് ചോദിച്ചാൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള സിംഗുലർ നൗൺ. ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ സിംഗുലർ നൗൺ വരത്തില്ലല്ലോ. സിംഗുലർ നൗൺ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഗേൾ എന്ന് വരത്തില്ലല്ലോ, എ ഗ്രേറ്റ് ഡീൽ ഓഫ് പെൻ എന്ന് വരത്തില്ലല്ലോ. അപ്പം അതിൻ്റെ കൂടെ വരുന്നത് സിംഗുലർ നൗൺ, അത് അൺകൗണ്ടബിൾ ആയിരിക്കും. മനസ്സിലായോ? അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് കെൻ ബി കൗണ്ടഡ്, നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കും. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കത്തില്ല. കൗണ്ടബിളിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻ കൗണ്ടബിളാണ്, ഗേൾ കൗണ്ടബിളാണ്, ചെയർ കൗണ്ടബിളാണ്, പീപ്പിൾ കൗണ്ടബിളാണ്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നതിനെയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്തതിനെയാണ് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രൂത്ത് ഇസ് അൺകൗണ്ടബിൾ, സത്യം എണ്ണിയെടുക്കാൻ പറ്റില്ല അല്ലേ. ടൈം ഇസ് അൺകൗണ്ടബിൾ, സമയം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സിംഗുലർ നൗൺ വിച്ച് ഇസ് അൺകൗണ്ടബിൾ, അത് ഈ ഗ്രേറ്റ് ഡീൽ ഓഫ് അല്ലെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫിൻ്റെ കൂടെ വരികയാണെങ്കിൽ ദെൻ ദി വേർബ് വിൽ ബി സിംഗുലർ. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഈസ് വേസ്റ്റഡ് ഓൺ unnecessary thoughts. A great deal of time is wasted on unnecessary thoughts. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ സമയങ്ങളെന്ന് പറയാറില്ല, സമയം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. സോ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം ഈസ് വേസ്റ്റഡ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ എ ഗുഡ് ഡീൽ ഓഫ് പോലെ, എ ഗ്രേറ്റ് ഡീൽ ഓഫ് പോലെ അടുത്ത ഒരെണ്ണമാണ് എ ലാർജ് നമ്പർ ഓഫ്. ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ്. എ ലാർജ് നമ്പർ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറൽ, കൗണ്ടബിൾ പ്ലൂറൽ നൗണേ വരത്തുള്ളൂ. എ ലാർജ് നമ്പർ ഓഫിൻ്റെ കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എ ലാർജ് നമ്പർ ഓഫ് സിംഗുലർ നൗൺ വരുമോ? എ ലാർജ് നമ്പർ ഓഫ് പെൻ എന്ന് വരുമോ? ഇല്ല. ലാർജ് നമ്പർ ഓഫ് ഗേൾ എന്ന് വരുമോ? ഇല്ല. അതിൻ്റെ കൂടെ എണ്ണാൻ പറ്റുന്ന പ്ലൂറൽ നൗൺ മാത്രമേ വരത്തുള്ളൂ. എ ലാർജ് നമ്പർ ഓഫ് ട്രൂത്ത് എന്ന് പറയുമോ? ലാർജ് നമ്പർ ഓഫ് ടൈം എന്ന് പറയുമോ? ഇല്ലല്ലോ. സോ ഇതിൻ്റെ കൂടെ അങ്ങനെ വരത്തുള്ളൂ, ലാർജ് നമ്പർ ഓഫ്, അതിൻ്റെ കൂടെ പ്ലൂറൽ നൗൺ. അപ്പം അതിൻ്റെ വേർബ് പ്ലൂറൽ തന്നെയായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് അപ്ലൈഡ് ഫോർ ദ ജോബ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് അപ്ലൈഡ് ഫോർ ദ ജോബ്. കിട്ടിയല്ലോ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്. എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ് ആൻഡ് പ്ലെൻറ്റി ഓഫ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഒരുപാട് എന്നുള്ള അർത്ഥം തന്നെയാണ്. ഓക്കെ, ലോട്ട്സ് ഓഫും പ്ലെൻറ്റി ഓഫും ഒക്കെ നമ്മൾ ഇൻഫോർമലായിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇപ്പം എല്ലായിടത്തും ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എ ലോട്ട് ഓഫ്, എ ലോട്ട് ഓഫിൻ്റെ കൂടെ രണ്ട് തരത്തിൽ വരാം. എ ലോട്ട് ഓഫ് പ്ലസ് എമൗണ്ട് ആണ് വരുന്നത് എങ്കിൽ, എ ലോട്ട് ഓഫ് പ്ലസ് എമൗണ്ട് ആണ് വരുന്നത് എങ്കിൽ, ഒരു എമൗണ്ട്
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണി, അങ്ങനെയാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ verb will be singular. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a lot of money is wasted every day. ഓക്കെ, a lot of money is wasted every day. ഒരു എമൗണ്ട് ആണല്ലോ പറയുന്നത്. അതേസമയം തിരിച്ച് a lot ofൻ്റെ കൂടെ നമ്മൾ നമ്പറാണ് പറയുന്നത് എങ്കിൽ, പ്ലൂറൽ നമ്പറാണ് പറയുന്നത്, പ്ലൂറൽ നമ്പറേ പറയത്തുള്ളൂ a lot of ആയതുകൊണ്ട്, a lot of plus plural number, verb will be plural. A lot of people have come. A lot of people have come for the party. എങ്ങനെ വേണേൽ പറയാം, a lot of people have come for the party. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലാണ് a lot of. ഇപ്പോൾ ഇത് lots of ആണെങ്കിലും plenty of ആണെങ്കിലും സെയിം റൂള് തന്നെയാണ്. അപ്പം a lot of പ്ലസ് എമൗണ്ട് ആണ് പറയുന്നത് എങ്കിൽ സിംഗുലർ വേർബാണ്. എ ലോട്ട് ഓഫ് പ്ലസ് നമ്പറാണ് പറയുന്നത്, അതായത് കൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം അല്ലെ എണ്ണാൻ പറ്റുന്നതാണ് എങ്കിൽ, മറ്റേതെന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പം എണ്ണാൻ പറ്റുന്നതാണ് എങ്കിൽ അത് പ്ലൂറൽ ആകും. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗണുമായിട്ട് റിലേറ്റഡ് ആണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്താണ്? നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. ഓക്കെ, ഇപ്പം ബോയ് ആണെങ്കിൽ ഹീ ആണ് പ്രോനൗൺ, ഗേൾ ആണെങ്കിൽ ഷീ ആണ് പ്രോനൗൺ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേരിന് പകരം ഐ എന്ന് പറയും, ദാറ്റ്സ് എ പ്രോനൗൺ. നീ എന്ന് പറയുന്നതിന് പകരം, നിങ്ങളുടെ പേര് പറയുന്നതിന് പകരം ഐ ക്യാൻ സേ യു, അല്ലേ? നമ്മളെല്ലാവരും എന്ന് പറയുന്നതിന് പകരം വി ക്യാൻ സേ വി. അപ്പോൾ ഇതൊക്കെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. സോ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് വ്യക്തമാകാത്ത തരത്തിലുള്ള പ്രോനൗൺ. ഇറ്റ് ക്യാൻ ബി എനി വൺ ഓർ എവ്രി വൺ, അങ്ങനെ ഒരർത്ഥം. ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് വൺ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത് വൺ ആണ്. വണ്ണിൻ്റെ യൂസേജിനെ കുറിച്ച് പറയുന്നത് വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി. അവനവൻ്റെ ജോലി ചെയ്യുക എന്ന് പറയുന്നത്, അപ്പോൾ ഏതവനാണെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നില്ല. അവരവരുടെ കാര്യം ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, സോ വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി. അപ്പോൾ ഈ വൺ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്, ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയത്തില്ല. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എനി വൺ ഓർ എവ്രി വൺ. ഓക്കെ, അതാണിവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, വൺ മസ്റ്റ് ലേൺ ഫ്രം വൺസ് മിസ്റ്റേക്ക്. വൺ മസ്റ്റ് ലേൺ ഫ്രം വൺസ് മിസ്റ്റേക്ക്. തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠം പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു ഇതുപോലെ ഒരു ഇൻഡെഫിനിറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ വൺ വരികയാണെങ്കിൽ അതിൻ്റെ പിന്നെ തുടർച്ചയായിട്ട് പറയുന്നത്, ഇപ്പോൾ വൺ ഷുഡ് ലേൺ ഫ്രം ഹിസ് മിസ്റ്റേക്ക് എന്ന് പറയത്തില്ല, വൺ മസ്റ്റ് ലേൺ ഫ്രം വൺസ് മിസ്റ്റേക്ക് എന്നേ പറയത്തുള്ളൂ. അതുപോലെ വൺ ഷുഡ് ഡു ഹിസ് ഡ്യൂട്ടി അല്ലെ ഹെർ ഡ്യൂട്ടി എന്ന് പറയത്തില്ല, വൺ ഷുഡ് ഡു വൺസ് ഡ്യൂട്ടി എന്നേ പറയത്തുള്ളൂ. അതാണ് അടുത്തൊരു പോയിൻ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോനൗണിൻ്റെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എൻഡിങ് വിത്ത് വൺ ആൻഡ് ബഡി. വൺ എന്ന് പറഞ്ഞാൽ എനി വൺ, നോ വൺ, someone, everyone. ഇതൊക്കെയാണ് വൺ കൊണ്ട് എൻഡ് ചെയ്യുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺ. ഓക്കെ, എനിവൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആകാം, സംവൺ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ, ദെൻ എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും, നോ വൺ എന്ന് പറഞ്ഞാൽ ആരുമില്ല എന്നുള്ള അർത്ഥം. ഇതേപോലെ തന്നെ ബഡി എന്ന് പറയുമ്പം എക്സാമ്പിൾസ് എനിബഡി, ഓക്കെ, സംബഡി, നോബഡി ആൻഡ് എവ്രിബഡി. ഏകദേശം സെയിം മീനിങ് തന്നെ ആണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ദ സബ്ജക്റ്റ് വിൽ ബി സിംഗുലർ. നമുക്ക് ഈ എവ്രിബഡി, എവ്രി വൺ എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് പ്ലൂറൽ വേർബ് എഴുതാനൊരു ടെൻഡൻസി വരും. പക്ഷേ അരുത്, നമ്മളെന്താ എഴുതേണ്ടത്? സിംഗുലർ വേർബ് ആണ് എഴുതേണ്ടത്. ഓക്കെ, എവ്രി വൺ ഇസ് വെൽക്കം ഹിയർ, എവ്രി വൺ ഇസ് വെൽക്കം, എവ്രി വൺ ആർ പറയില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ someone has to pay the bill. ആരെങ്കിലും ഒരാൾ ബില്ലടച്ചേ പറ്റത്തുള്ളൂ. someone has to pay the bill. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. അപ്പം എവ്രി വൺ, someone, ബഡി വെച്ചിട്ടാണെങ്കിലോ everybody is unhappy on ധോണീസ് റിട്ടയർമെൻറ്റ്.
അല്ലേ? ധോനി റിട്ടയർ ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് ചങ്ക് പറിച്ച് കളയുന്ന തരത്തിലുള്ള സങ്കടം വരും, അല്ലേ? സച്ചിൻ റിട്ടയർ ചെയ്തപ്പോഴത്തെ പോലെ തന്നെ ഒരു സങ്കടം എല്ലാവർക്കും തോന്നി. സോ എവ്രിബഡി ഈസ്, എവ്രിബഡി ആറല്ല. ഓക്കെ, തിങ് വെച്ച് എൻഡ് ചെയ്യുന്ന പ്രൊനൗൺസ് നിങ്ങൾക്കറിയാമോ? എവറിത്തിങ്, എനിത്തിങ്, സംതിങ് ആൻഡ് നത്തിങ്. ഓക്കെ, അപ്പം അതിനും ഇതേ റൂളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വേർബ് ഇസ് സിംഗുലർ. എവറിത്തിങ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആർന്ന് എഴുതാനൊരു ടെൻഡൻസി വരും, പക്ഷേ അരുത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നത്തിങ് ഇസ് ഇംപോസിബിൾ. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നത്തിങ് ഇസ് ഇംപോസിബിൾ, നമുക്ക് സാധ്യമല്ലാത്തതായിട്ട് ഒന്നും ഇല്ല. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ. എല്ലാം ശരി. നമ്മൾ ആൾക്കാരെ ആശ്വസിപ്പിക്കാറുണ്ടല്ലേ, എല്ലാം പോട്ടെ, എല്ലാം ശരിയാവും. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൻ്റെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി കേസ് ഓഫ് ക്ലാസ് കളക്റ്റീവ്സ് ഓർ ദി കളക്റ്റീവ് നൗൺസ്. അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ടെക്സ്റ്റിൽ നോക്കിക്കോളുക. നൗൺസ് ലൈക്ക് ഫർണിച്ചർ, മെഷീനറി, എക്യുപ്മെൻറ്റ്, ട്രാഫിക്, ലഗേജ്, ക്രോക്കറി, കട്ട്ലറി, ക്ലോത്തിങ്, ഇതിനെയൊക്കെയാണ് ക്ലാസ് കളക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ചില എക്സാമ്പിൾസ്. സോ ദ മീനിങ് ഇസ് പ്ലൂറൽ, അല്ലേ? ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ മെഷീനറി, ഫേർണിച്ചർ. ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സാധനമല്ല, ഒത്തിരി എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ ഫേർണിച്ചർ എന്നാണ് പറയുന്നത്. സോ ദ മീനിങ് ഇസ് പ്ലൂറൽ ബട്ട് ഇറ്റ് ഫോളോസ് എ സിംഗുലർ വെർബ്. ഇറ്റ് ഈസ് ടേക്കൺ എസ് വൺ സിംഗിൾ എൻറ്റിറ്റി. ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കളക്റ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഇറ്റ് ഫോളോസ് എ സിംഗുലർ വെർബ്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ദി ഫർണിച്ചർ വാസ് ബോട്ട് ഫ്രം ഇറ്റലി. ദ ഫർണിച്ചർ വാസ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് തിങ്സിൻ്റെ കേസിലെ കളക്റ്റീവ് നൗണാണ്, സാധനങ്ങളുടെ കേസിലെ കളക്റ്റീവ് നൗണാണ്. ഇനി നമുക്ക് പീപ്പിൾ, ആൾക്കാരുടെ കേസിലും ഇത് തന്നെ ബാധകമാണ്. ഓക്കെ, പീപ്പിളിൻ്റെ ഗ്രൂപ്പ്, പലതരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു കളക്റ്റീവ് നൗണാണ്. അല്ലാതെ നോക്കുവാണെങ്കിൽ കമ്മിറ്റി, ക്ലബ്, ഓഡിയൻസ്, ടീം, അസംബ്ലി, ക്ലാസ്, ദെൻ സ്റ്റാഫ്, ക്രൗഡ്, ഇതൊക്കെ കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾസാണ്. ഇതും ഇതേ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് സിംഗുലർ വെർബ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ദ ടീം ഈസ് ഓൺ ഹൈ സ്പിരിറ്റ് ടുഡേ, അല്ലെങ്കിൽ ദ ക്ലാസ് ഇസ് നോയ്സി. ദ ടീം ഇസ്, ദി ക്ലാസ് ഇസ്. ഓക്കെ, അത് ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇൽ ബി കമ്പോസ്ഡ് ഓഫ് സോ മെനി ചിൽഡ്രൻ, അല്ലേ? 10-60 പിള്ളേരല്ലേ, 50 പിള്ളേരൊക്കെ കാണും. പക്ഷേ നമ്മളതിനെ മൊത്തത്തിൽ ഒന്നായിട്ടാണ് കാണുന്നത്. സോ ദ ക്ലാസ് ഇസ്. ഓക്കെ, ഇതിന് തന്നെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ബിഹേവ് ഡിഫറെൻ്റ്ലി, ഇഫ് ദേ ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ, അവർ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആണെങ്കിൽ ഒക്കെ നമുക്ക് അവരെ പ്ലൂറലായിട്ട് കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കളക്റ്റീവ് നൗണിനെ പ്ലൂറലായിട്ട് കാണാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ടീം ആർ വെയറിങ് ഐദർ റെഡ് ഓർ ബ്ലൂ ഷോർട്ട്സ്. എല്ലാവരും ഒരേപോലെയല്ല. ദ ടീം ആർ വെയറിങ് ഐദർ റെഡ് ഓർ ബ്ലൂ ഷോർട്ട്സ്. ഓക്കെ, അത് ചിന്തിച്ചോണം ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ. അല്ലെങ്കിൽ ദി ഓഡിയൻസ് ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഓൺ ദി ഷോ. ദി ഓഡിയൻസ് ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഓൺ ദി ഷോ. ആ ഷോയെക്കുറിച്ച് ഓഡിയൻസിന് പല അഭിപ്രായമാണ്. അപ്പോൾ ഹാവ് ആണ്, അല്ലേ? ദി ഓഡിയൻസ് ഹാസ് ലൈക്ഡ് ദി പെർഫോമൻസ്. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദി ഓഡിയൻസ് ഹാസ് ലൈക്ഡ്. പക്ഷേ ഇവിടെ ദി ഓഡിയൻസ് ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, പല അഭിപ്രായം വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അതിനകത്ത് ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്നായിട്ടാണ് അവരെ കാണുന്നത്. ഓക്കെ, സോ ആ ഒരു എക്സെപ്ഷൻ ഓർത്തിരിക്കുക. സാധാരണ കളക്റ്റീവ് നൗണിനെ നമ്മൾ ഒന്നായിട്ടാണ് കാണുന്നത്, എല്ലാം കൂടി കളക്ട് ചെയ്ത് ഒന്നായിട്ടാണ് കാണുന്നത്. അതിലെ ഓരോ ഇൻഡിവിജ്വൽസിനും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും അവരെ ഇൻഡിവിജ്വലായിട്ട് തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ
ഈ വേർബ് പ്ലൂറലാകും. ആ കളക്റ്റീവ് നൗണിനെ നമ്മൾ പ്ലൂറലായിട്ട് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ മനുഷ്യരുടെ ഗ്രൂപ്പും കണ്ടു, തിങ്സിൻ്റെ ഗ്രൂപ്പും കണ്ടു. ഇനിയുള്ളത് ആനിമൽസ് ആൻഡ് ബേർഡ്സിൻ്റെ ഗ്രൂപ്പാണ്. അവരുടെ കളക്ഷനെ എന്ത് വിളിക്കും? അത് നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഹേർഡ് ഓഫ് ഡിയർ, DEER, a herd of deer. Then a hive of bees, a murder of crows. Murder, കാക്കകളുടെ കൂട്ടത്തിനെ murder എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും എക്സാമ്പിൾ. അതും കളക്റ്റീവ് നൗണിൻ്റെ എക്സാമ്പിൾസ്. അതും ഇതുപോലെ തന്നെ സിംഗുലറായിട്ടാണ് കാണുന്നത്. അപ്പം വേർബ് സിംഗുലർ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഈസ് സീൻ ഇൻ ദി പാസ്ചർ. പാസ്ചർ ലാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പുൽത്തകിടി, നമ്മൾ പശുക്കളെയും ആടുകളെയൊക്കെ മേയാൻ വിടുന്ന സ്ഥലത്തിനെയാണ് പാസ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് വാസ് ഫൗണ്ട് ദെയർ. അപ്പം അത് സിംഗുലറാണ്. ഈസ് ആണെങ്കിലും മോസ് ആണെങ്കിലും ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഷീപ്പാണ്, 100 ഷീപ്പൊക്കെ കാണും. പക്ഷേ ഈസ് എന്നാണ് പറയുന്നത്. നമ്മൾ അവരെ എല്ലാവരെയും ഒന്നിച്ചാണ് കാണുന്നത്. അതിൽ ഒരു കുഞ്ഞാട് കൂട്ടം തെറ്റിപ്പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലൂറലായിട്ട് കാണേണ്ടി വരും. അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്ലൂറലായിട്ട് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് വെർ ഫൗണ്ട് സ്കാറ്റേർഡ് ഹിയർ ആൻഡ് ദെയർ. ദ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് വെർ ഫൗണ്ട് സ്കാറ്റേർഡ്, കാരണം ഒന്നിച്ചല്ല അവർ നിൽക്കുന്നത്, പല പല സ്ഥലത്ത് പല അഭിപ്രായത്തോടുകൂടി പിണങ്ങിയൊക്കെ പോയി നിൽക്കുകയായിരിക്കും. സോ വെർ ഫൗണ്ട് സ്കാറ്റേർഡ്. ഓക്കെ, ദി എക്സ്പ്രഷൻസ് സച്ച് എസ് 5 pounds, 10 rupees. 5 pounds എന്ന് പറഞ്ഞാലും മണി തന്നെയാണ്. 10 rupees എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി. പൗണ്ട്സ് UK യിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 2 weeks എന്ന് പറഞ്ഞാൽ സമയമാണ് കാണിക്കുന്നത്, പീരിയഡ് ഓഫ് ടൈം. ദെൻ 3 miles എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു മണിയുടെ കേസ് വന്നാലും അല്ലെങ്കിൽ പീരിയഡ് ഓഫ് ടൈമിൻ്റെ കേസ് വന്നാലും അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ കേസ് വന്നാലും ഇതിനെയൊക്കെ നമ്മളൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ എങ്കിൽ വേർബ് വിൽ ഓൾസോ ബി സിംഗുലർ. സിംഗിളായിട്ട് കണ്ടാൽ വേർബ് വിൽ ഓൾസോ ബി സിംഗുലർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 rupees ഇസ് നോട്ട് എ ബിഗ് സം. 5 rupees എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്നിച്ചാണ് കാണുന്നത്. 3 weeks ഇസ് നോട്ട് എ ലോങ് ടൈം. 3 weeks എന്ന് പറയുന്നത് ഒരു നീണ്ട കാല അളവ് അല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആണ് നമ്മളതിനെ സിംഗുലറായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ വേർബും സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് പ്ലൂറൽ വേർഡ്സ് ഓഫ് ഫ്രേസസ് ആർ യൂസ്ഡ് ആസ് ടൈറ്റിൽസ് ഓഫ് ബുക്സ്. ബുക്സിൻ്റെ ടൈറ്റിലായിട്ട് നമ്മൾ പ്ലൂറൽ വേർഡ്സോ ഫ്രേസസോ യൂസ് ചെയ്യുകയാണെങ്കിൽ, ബുക്സിൻ്റെ ആണെങ്കിലും ഫിലിമിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെ വരും. ടൈറ്റിലായിട്ട് നമ്മൾ പിന്നെ പ്ലൂറൽ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്കിലും അത് ബുക്കിൻ്റെ പേരാണല്ലോ, ബുക്ക് ഒരെണ്ണമേ ഉള്ളല്ലോ. ഫിലിമിൻ്റെ പേരാണല്ലോ, ഫിലിം ഒരെണ്ണമേ ഉള്ളല്ലോ. സോ ദി വേർബ് വിൽ ബി സിംഗുലർ, കാരണം അത് സിംഗുലർ നൗൺ ആണ്. പക്ഷേ ഈ പേര് കാണുമ്പോൾ നമുക്ക് പ്ലൂറലായിട്ട് തോന്നും. അവർ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഈസ് വൺ ഓഫ് ഡിക്കൻസ് നോവൽസ്. ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് എന്നൊക്കെ കാണുമ്പോൾ ആർന്ന് ചാടിക്കയറി എഴുതരുത്, അതൊരു ബുക്കിൻ്റെ പേരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് ഈസ് വൺ ഓഫ് ഡിക്കൻസ് നോവൽസ്. ഡിക്കൻസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡിക്കൻസ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂവിയുടെ പേര് പറയുകയാണെങ്കിൽ മലയാളത്തിലെ തന്നെ എടുക്കാം, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പ്ലൂറലാണ് അല്ലേ. അപ്പം ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്ലാസ്മേറ്റ്സ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. ക്ലാസ്മേറ്റ്സ് ഈസ്. ഓക്കെ, അല്ലാതെ നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ മൈ ക്ലാസ്മേറ്റ്സ് ആർ ഓൾ വണ്ടർഫുൾ. എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ പൊളിയാണ് എന്ന് നമ്മൾ പറയാറില്ലേ, അപ്പം അത് പ്ലൂറലാണ്. ഓക്കെ, ബട്ട് ഹിയർ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരായതുകൊണ്ടാണ് നമ്മളതിനെ സിംഗുലറായിട്ട് കണ്ടത്. അപ്പം കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, ഇനി പറയുന്നത് ഡിറ്റർമിനേഴ്സിൻ്റെ കേസാണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, അതൊക്കെയാണ് ഡിറ്റർമിനേഴ്സ്. അതായത് ഇത്, അത്, ഇതെല്ലാം, അതെല്ലാം ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഡിറ്റർമിനേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതിൽ ദിസ് ആൻഡ് ദാറ്റ്. ദിസ് ആൻഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇതും അതും. ദിസ് ബോയ്, ദാറ്റ് ഗേൾ എന്നൊക്കെ പറയുന്നത് സിംഗുലർ വേർബാണ് ഫോളോ ചെയ്യുന്നത്, അത് സിംഗുലർ ആയതുകൊണ്ട്. ദീസ് ആൻഡ് ദോസ്, ഇതെല്ലാം അതെല്ലാം. ദീസ് ഗേൾസ്, ദോസ് ബോയ്സ്, അതൊക്കെ പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വേർബാണ് ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ലല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഗേൾ സ്പീക്സ് ഇംഗ്ലീഷ് ബെറ്റർ ദാൻ ദോസ് ബോയ്സ്. ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന എക്സാമ്പിളാണ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റായിരുന്നു ഇത്. എല്ലാവർക്കും അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറേ പോയിൻറ്റ്സായി, ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് വരാം. ഓക്കെ, എക്സസൈസാണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. ഓക്കെ, ആലോചിച്ച് വേണം ഉത്തരം പറയാനായിട്ട്. $10 ഈസ് ആണോ ആറാണോ? The water polo team has or have. The police is ആണോ ആറാണോ? That was ആണോ where ആണോ? Everything is or are. ആലോചിച്ച് പറയാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം നോക്കിയാൽ മതി. എന്നിട്ട് ഉത്തരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പോസ് ചെയ്ത് വെച്ച് നോക്കിക്കോ കേട്ടോ. ഓക്കേ, അപ്പോൾ ഉത്തരം ശരിയാണോ എന്നൊന്ന് വേഗം പറഞ്ഞേ. $10 ഈസ്. $10 എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ചാണ് കാണുന്നത്, ഒരു എമൗണ്ട് ആയിട്ടാണ് കാണുന്നത്. സോ ഈസ്, ടു മച്ച് ഫോർ എ ഷൂ. ദി വാട്ടർ പോളോ ടീം ഹാസ്. ടീം എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് ഹാസ്. ദ പോലീസ് ആർ ആണ് കേട്ടോ. പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കളക്റ്റീവ് നൗണിനകത്ത് അതിനെ കൂട്ടത്തില്ല, അതിനെ നമ്മൾ ഒരു പ്ലൂറലായിട്ടാണ് കാണുന്നത്. പിന്നെ അത് പോലീസ് മാൻ എന്ന് പറയുകയാണെങ്കിൽ അത് സിംഗുലറാണ്. ഓക്കെ, ദ പോലീസ് ആർ, അത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിനകത്തും അത് കിടപ്പുണ്ട്. ഞാൻ ആ സമയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു തരാൻ മറന്നുപോയതാണ് കേട്ടോ. ദാറ്റ് വാസ് ഇൻക്രെഡിബിൾ. ദാറ്റ് വാസ് ആണ്. ദിസും ദാറ്റും ഒക്കെ സിംഗുലർ ആണ്, ദീസും ദോസുമാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, എവ്രിത്തിങ് ഈസ് ആണ്. എവ്രിത്തിങ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്, അത് നമ്മൾ കണ്ടതുമാണ് അല്ലേ. കുറച്ചുകൂടി നോക്കാം. ദി അസംബ്ലി വാസ് ഓർ വെയർ. ഇഫ് എനിവൺ കം ആണോ കംസ് ആണോ? എ ഗ്രേറ്റ് ഡീൽ ഓഫ് ട്രൂത്ത് വാസ് ആണോ വെയർ ആണോ? എ ലോട്ട് ഓഫ് വാട്ടർ ഹാസ് ആണോ ഹാവ് ആണോ? എ ലോട്ട് ഓഫ് ബുക്സ് ഈസ് ആണോ ആറാണോ? വേഗം വേഗം ഓർത്ത് പറഞ്ഞേ. എന്നിട്ട് ഒന്ന് എഴുതി വെച്ച് നോക്കിക്കേ, പോസ് ചെയ്ത് കണ്ടേ. ഉത്തരം ഇപ്പം നോക്കരുതേ കേട്ടോ. നോക്കിക്കേ, ദി അസംബ്ലി വാസ്. അസംബ്ലി എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ഇഫ് എനി വൺ കംസ്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആയതുകൊണ്ട് സിംഗുലർ. എ ഗ്രേറ്റ് ഡീൽ ഓഫ് ട്രൂത്ത്. എ ഗ്രേറ്റ് ഡീലിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. എ ലോട്ട് ഓഫ് വാട്ടർ, അത് നമ്മൾ കണ്ടതാണ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ആണ്. എ ലോട്ട് ഓഫ് ബുക്സ്, ബുക്സ് എന്ന് പറയുന്നത് നമ്പറാണ്. ഓക്കെ, വാട്ടർ ഒരു അളവാണ്. സോ എ ലോട്ട് ഓഫ് വാട്ടർ ഹാസ് സിംഗുലർ ആണ്. അതേസമയം നമ്പർ, എണ്ണമാണ് പറയുന്നതെങ്കിൽ എ ലോട്ട് ഓഫ് ബുക്സ് ആർ. മനസ്സിലായോ? മടുത്തോ? കുറച്ചുകൂടെ ചെയ്യാം. കറക്റ്റ് ദി സെൻറ്റൻസസ്. ഈ സെൻറ്റൻസസ് ഒക്കെ കറക്റ്റ് ചെയ്യാം. ദേ ഹാസ് ബീൻ വെയിറ്റിംഗ് എ ലോങ് ടൈം. ദി പെൻ ഓർ ദ പെൻസിൽ ആർ ലോസ്റ്റ്. എവ്രി വൺ നോ ദ ട്രൂത്ത്. ദോസ് ഹാസ് ബീൻ ചീപ്പർ ഇൻ ദ പാസ്റ്റ്. Alan and Anagha likes sports. These pictures is really special. Will you rides with me? All of them goes to school. Veena like Dhanya's handwriting. Carry the luggages to the station. കണ്ടുപിടിച്ചേ വേഗം. പോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കൂ. ഇന്നത്തേത് മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുവാണ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്.
ഓക്കെ, ദ പെൻ ഓർ ദ പെൻസിൽ ഇസ് ലോസ്റ്റ്. പെൻ അല്ലെങ്കിൽ ഓർ വരുമ്പം സിംഗുലർ ആകും. എവ്രി വൺ നോസ് ദി ട്രൂത്ത്. എവ്രി വൺ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ സിംഗുലർ ആയിരിക്കും. ദോസ് ഹാവ്, ദോസ് അതെല്ലാം. ഓക്കെ, അലൻ ആൻഡ് അനഘ രണ്ട് പേരായതുകൊണ്ട് ആൻഡ് വന്നതുകൊണ്ട് പ്ലൂറൽ ആണ്, ലൈക്ക് ആണ്. ദീസ് പിക്ചേഴ്സ് ആർ റിയലി സ്പെഷ്യൽ. പിക്ചേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ദീസ്. ഡിറ്റർമിനേഴ്സ്. വിൽ യു റൈഡ് വിത്ത് മീ? നമുക്കറിയാവുന്ന കാര്യം, യു ആയതുകൊണ്ട് റൈറ്റ്. ഓൾ ഓഫ് ദെം ഗോ ടു സ്കൂൾ. ഓൾ ഓഫ് ദെം എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഓക്കെ, ഓൾ ഓഫ് ദെം ഗോ ടു സ്കൂൾ. വീണ ലൈക്സ് ധന്യാസ് ഹാൻഡ് റൈറ്റിംഗ്. വീണ സിംഗുലർ ആയതുകൊണ്ട് ലൈക്സ്. ക്യാരി ദ ലഗേജ്. ലഗേജ് എന്ന് പറയുന്നത് അത് പ്ലൂറലാണ്. ലഗേജസ് എന്ന് നമ്മൾ പറയത്തില്ല. ലഗേജ് ഇസ് ഓൾറെഡി പ്ലൂറൽ. ഓക്കെ, ഇതായിരുന്നു തെറ്റുകൾ. കണ്ടുപിടിച്ചായിരുന്നല്ലോ? നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നോ കറക്റ്റായിട്ട്? എന്നെ കൊല്ലരുത്, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആനന്ദ് ഓർ ഹിസ് സിസ്റ്റേഴ്സ്. ഓറാണ് വന്നിരിക്കുന്നത്. ഒരു സിംഗുലർ നൗണും ഒരു പ്ലൂറൽ നൗണുമാണ്. അപ്പോൾ വാച്ചാണോ വാച്ചസ് ആണോ? വേർബ് ആരുടെ കൂടെ പോവും? ആരുടെ കൂടെ ചേരും? അഞ്ജലി ആൻഡ് ഹിസ് ബ്രദേഴ്സ്. ഹിസ് അല്ല കേട്ടോ, സോറി, ടൈപ്പിംഗ് എററാണ്. ഹർ ബ്രദേഴ്സ്. ഡസൻ്റ് ആണോ ഡോണ്ട് ആണോ? ആദിൽസ് ക്ലാസ്മേറ്റ്സ്. സ്റ്റഡി ആണോ സ്റ്റഡീസ് ആണോ? ക്ലാസ്മേറ്റ്സ്. One of the cookies is ആണോ ആർ ആണോ? എ ലേഡി വിത്ത് 10 cats. ലിവ് ആണോ ലിവ്സ് ആണോ? മംസ്. ഈസ് ആണോ ആർ ആണോ? ദ കമ്മിറ്റി ഡിസൈഡ് ആണോ ഡിസൈഡ്സ് ആണോ? ആ ക്ലാസ് ഈസ് ദ ബെസ്റ്റ് ആണോ ആർ ദ ബെസ്റ്റ് ആണോ? എവ്രിബഡി എൻജോയ് ആണോ എൻജോയ്സ്? ഐദർ ഈസ് സ്യൂട്ടബിൾ ആണോ ഐദർ ആർ സ്യൂട്ടബിൾ ആണോ? കണ്ടോ, വളരെ സിമ്പിൾ അല്ലേ? ആനന്ദ് ഓർ ഹിസ് സിസ്റ്റേഴ്സ്, ഒരു സിംഗുലറും ഒരു പ്ലൂറലും വന്നപ്പം വേർബ് നമ്മുടെ പ്ലൂറലുമായിട്ട്, അതായത് വേർബിനോട് ചേർന്ന് കിടക്കുന്ന ആ നൗണുമായിട്ടാണ് ചേർന്നത്. അപ്പോൾ ഇവിടെ ഹിസ് സിസ്റ്റേഴ്സ് വാച്ച് ടെലിവിഷൻ എവറി ഡേ. അഞ്ജലി ആൻഡ് ഹർ ബ്രദർ, രണ്ടുപേരാ, ആൻഡ് വന്നതുകൊണ്ട് രണ്ടുപേർക്കും ഡോണ്ട്. ആദിൽസ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ട് സ്റ്റഡി. അപ്പോൾ ആദിലല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, ആദിലിൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ ക്ലാസ്മേറ്റ്സ് ആണ് നൗൺ, ക്ലാസ്മേറ്റ്സുമായിട്ടാണ് വേർബ് ചേർന്ന് പോകേണ്ടത്. വൺ ഓഫ് ദി വരുമ്പം ഈസ്. എ ലേഡി വിത്ത് 10 cats. ഇവിടെ ആർക്കാണ് ഫോക്കസ്? എ ലേഡിക്കാണ് ഫോക്കസ്. വിത്ത് 10 cats എന്നുള്ളത് നമ്മൾ സൈഡ് ലൈൻ ചെയ്യുക. ഓക്കെ, അപ്പം ലേഡി ലിവ്സ് ഇൻ ദാറ്റ് ബിഗ് ഹൗസ്. അപ്പം ലേഡി ആയതുകൊണ്ട് ലിവ്സ്. മംസ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ് അല്ലേ, നമ്മുടെ മുണ്ടിനീരെന്ന് പറയും, ആ അസുഖം. മംസ് എന്ന് പറയുന്ന പ്ലൂറൽ അല്ല, മംസ് ഒരു അസുഖത്തിൻ്റെ പേരായതുകൊണ്ട് ഈസ് വെരി സീരിയസ്. ദി കമ്മിറ്റി ഡിസൈഡ്സ് വെൻ ടു അഡ്ജേൺ. കമ്മിറ്റി അതൊരു കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് ഡിസൈഡ്സ്. ആ ക്ലാസ് അതും കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് ഈസ്. എവ്രിബഡി അത് എൻജോയ്, സിംഗുലർ ആണ് എവ്രിബഡി. ഐദർ എന്ന് പറയുമ്പം ഇറ്റ്സ് സിംഗുലർ, ഐദർ ഈസ്. ഐദർ ഓർ ഒക്കെ വരുമ്പോൾ നമ്മൾ സിംഗുലർ ആണെന്ന് കണ്ടു. ഓക്കേ, അപ്പോൾ എല്ലാവരും നല്ല കൃത്യമായിട്ട് എല്ലാത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക കേട്ടോ. എല്ലാവർക്കും കറക്റ്റ് ആൻസേഴ്സ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു ഗ്രാമർ ടോപ്പിക്കോടുകൂടി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.